ചെറുപുഴയിലെ കാലവർഷക്കെടുതി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF. Welcome to Airborne College, an experience beyond your imagination. Airborne College of Aviation and Management Studies, Payanur. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും ഉരുൾപൊട്ടലിലും നാശം വിതച്ച ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരിയിലെയും രാജഗിരിയിലെയും പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതുവരെയില്ലാത്ത പ്രകൃതി ദുരന്തമാണ് പ്രദേശത്തുണ്ടായത്. 119 വീടുകൾ താമസയോഗ്യമല്ലാത്ത വിധം നശിച്ചു. 15 എണ്ണത്തിൽ കല്ലും മണ്ണും ചെളിയും നിറഞ്ഞു. 4 വീടുകൾ തീരെ ഇല്ലാതായി. ഗൃഹോപകരണങ്ങൾ, വസ്ത്രങ്ങൾ, ഫർണിച്ചറുകൾ, വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ നശിച്ചു. കൂടാതെ കാർഷിക മേഖലയിലും വ്യാപാര മേഖലയിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രാമീണ റോഡുകൾ പലതും തകർന്നു കിടക്കുകയാണ്. മീൻതുള്ളിപ്പാലം തന്നെ ഒഴുകിപ്പോയി. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് സ്ഥലം MLAയുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാദരവ് നാടിന് തന്നെ അപമാനമുണ്ടാക്കിയെന്നും രാജേഷിന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ പിരിവ് നടത്തിയ കോൺഗ്രസ് നേതാവായ ചെറുപുഴ പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ LDF സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ 9ാം വാർഡായ ജോസ്ഗിരിയിലെ കർഷകരുടെ കടം എഴുതിത്തള്ളുകയും മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി മുഴുവൻ നഷ്ടപ്പെട്ട കർഷകർക്ക് സ്ഥലത്തിന്റെ മാർക്കറ്റ് വില കണക്കാക്കി നൽകി സംരക്ഷിക്കണം. പ്രദേശത്തിന് നാശം വിതക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറി അടിയന്തരമായും നിർത്തലാക്കണം. റോഡുകൾ പുനരുദ്ധീകരിക്കണം. വാർത്താ സമ്മേളനത്തിൽ TI മധുസൂദനൻ, C സത്യപാലൻ, V ബാലൻ, P ശശിധരൻ, KK ജോയ്, ജോയ്സ് പുത്തൻപുരക്കൽ, KM ഷാജി, P വിജയൻ, OT സുജേഷ്, അത്തായി വിജയൻ, R ചന്ദ്രകാന്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. And the award for the best job oriented college goes to Airborne. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. Airborne College of Aviation and Management Studies, Payanur. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.